നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. അടുത്ത് പറയാൻ പോകുന്ന പ്രൊഫൈൽ മിഥുൻ കുമാർ ആർ. മിഥുൻ കുമാറിൻ്റെ നക്ഷത്രം ചോതിയാണ്, ശുദ്ധജാതകം. 24 വയസ്സാണ് മിഥുൻ കുമാറിന്. ജാതകം നിർബന്ധമാണ്. ഇന്ത്യൻ നേവിയിൽ ഉദ്യോഗസ്ഥനാണ്. സാലറി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എത്രയാണെന്നുള്ളത്. നേവി ഉദ്യോഗസ്ഥനൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരുവിധം എല്ലാവർക്കൊക്കെ ഏകദേശമൊക്കെ അറിയാം. കാരണം സേനയുടെ ഭാഗമാണ്, ഇന്ത്യൻ സേനയുടെ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ BA ഇംഗ്ലീഷാണ്. ഒരു ബ്രദറാണുള്ളത്. ബ്രദർ വന്നിട്ട് സ്പൈസ് ജെറ്റ് എയർലൈൻസിൻ്റെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫാണ് ബ്രദർ വന്നിട്ട്. അച്ഛൻ രവീന്ദ്രകുമാർ, അമ്മ NSS എഞ്ചിനീയറിംഗ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിൽ ക്ലർക്കാണ്. അതായത് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. ഇപ്പോൾ താമസിക്കുന്നത് പാലക്കാടാണ്. ഇവർ അകത്തേത്തറ, അതായത് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ്, ഈ അകത്തേത്തറയിൽ തന്നെയാണ് ഇവരുടെ താമസം. അപ്പോൾ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 70 kg വെയ്റ്റ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. മിഥുൻ കുമാർ ആർ. മിഥുൻ കുമാർ നേവി ഉദ്യോഗസ്ഥനാണ്. ചോതിയാണ് നക്ഷത്രം. 24 വയസ്സ്, നായർ ഫാമിലി. BA ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. ബ്രദർ വന്നിട്ട് സ്പൈസ് ജെറ്റ് എയർലൈൻസിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു കൊച്ചിൻ എയർപോർട്ടിൽ. അമ്മ വന്നിട്ട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റൽ ക്ലർക്കാണ്. പാലക്കാട് അകത്തേത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. 170 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 70 kg വെയ്റ്റ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുക. ആൾറെഡി രജിസ്റ്റർ ചെയ്തവരാണ്. നേവി ഉദ്യോഗസ്ഥരെയൊക്കെ നോക്കുന്ന കുട്ടികളുടെ അച്ഛന്മാർക്ക് ഉപയോഗപ്രദമായിരിക്കും ഈ പ്രൊഫൈല്. അപ്പോൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ 1-2 കാര്യങ്ങൾ എല്ലാ വീഡിയോകളിലും പറയുന്ന ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും 2025 വിവാഹം നടക്കണം എന്നുള്ള ഒരു തീരുമാനം ആദ്യം എടുക്കുക, അച്ഛനും മക്കളും കൂടെ. അച്ഛനും മക്കളും പറഞ്ഞ അമ്മയും കൂടെ കൂടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തീരുമാനമെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോ ദിവസവും ഈ കുട്ടിയുടെ കല്യാണം നടക്കാനായിട്ട് എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കുക ദിവസേന. ആരോടെങ്കിലും മോശമായ രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടോ? അതായത് ജാതകം, ഇപ്പോൾ രക്ഷിതാക്കളുടെയൊക്കെ വർത്തമാനം അല്ലെങ്കിൽ പാരൻസിൻ്റെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണിപ്പയ്യൂര് കഴിഞ്ഞാൽ അടുത്ത ജ്യോതിഷ പണ്ഡിതനാണെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് കുട്ടികളുടെ അച്ഛനമ്മമാരുടെയൊക്കെ ജാതകത്തിൻ്റെ വർത്തമാനം. ഇത് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നല്ലൊരു ശതമാനം ആളുകളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയുന്ന വരികൾ ഇതാണ്: ജ്യോതിഷൻ പറഞ്ഞു, അല്ലെങ്കിൽ പണിക്കർ പറഞ്ഞു, അത് കാരണമാണ് ഞങ്ങൾ ഇത് പറയുന്നത്, അല്ലാണ്ട് ഒന്നും പഠിച്ചു വെച്ചിട്ടോ ഒന്നുമല്ല. പക്ഷെ വർത്തമാനമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇവർ ജ്യോതിഷ പണ്ഡിതരാണെന്നും നീണ്ടകാലം ജ്യോതിഷമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് തോന്നും. ആകെ അവരുടെ ബന്ധം എന്ന് പറയുന്നത്, ജ്യോതിഷവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി പൊരുത്തം നോക്കാൻ പോയിട്ടുണ്ടാവും. ഇപ്പോൾ പോക്കുമില്ല, ഇപ്പോൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് കൊടുക്കലാണല്ലോ. ഇതാണ് ആകെ ചെയ്യുന്നൊരു പ്രവൃത്തി. എന്നിട്ട് ഈ ജ്യോത്സ്യർ എന്തൊക്കെ എഴുതി തന്നോ അത് മൊത്തം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല 2 ഫാമിലി, അച്ഛൻ, അമ്മ,
കുട്ടികൾ തമ്മിലൊക്കെ ഓക്കെ, വീട്, ഹൈറ്റ്, വെയ്റ്റ്, ജോബ്, ലൊക്കേഷൻ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1, 2, 3 പണിക്കരടുത്തെങ്കിലും പോകണം. സ്ഥിരമായിട്ട് ഒരാളെ കാട്ടരുത്, വ്യത്യസ്ത പണിക്കന്മാരെ കാട്ടുക. കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പണിക്കർ പറഞ്ഞു അതുകൊണ്ട് വേണ്ട വെച്ചു, അങ്ങനെ വേണ്ട. കല്യാണം നടത്തണം. ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ വിശ്വാസം നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷേ അത് ഇന്ന ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ധാരാളം ജ്യോതിഷന്മാരുണ്ട്. ഏതെങ്കിലും ഒരാൾ നിങ്ങളോട്, ഒരു ജ്യോതിഷം നിങ്ങളോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അടുത്ത് വരുന്ന രക്ഷിതാക്കൾക്ക് ഞാൻ നേരിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇപ്പോഴും അവർക്ക് ഇതൊരു കൺഫ്യൂഷനുണ്ട്. പല ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അതായത് രക്ഷിതാക്കളുടെ കല്യാണ സമയത്ത് ഇത്രയൊക്കെ നോക്കിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ചിരിയിരിക്കും. അങ്ങനെയൊന്നുമില്ല, അന്ന് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് കൂടുതലായിരിക്കുന്നു. ആൺകുട്ടിയുടെ വീട്ടുകാരാച്ചാൽ പെൺകുട്ടികളുടെ വീട്ടുകാരെ കുറ്റം പറയും, പെൺകുട്ടികളുടെ വീട്ടുകാരാച്ചാൽ ആൺകുട്ടികളുടെ വീട്ടുകാരെ കുറ്റം പറയും. ഞാൻ രണ്ടും കേൾക്കും. അവർ വിളിച്ചാൽ ഒന്നും പറയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വരുന്ന ആൺകുട്ടികളിൽ നല്ലൊരു ശതമാനവും ശുദ്ധജാതകം എന്ന് പറഞ്ഞിട്ടാണ് ജ്യോത്സ്യർ എഴുതി കൊടുക്കുന്നത്. വരുന്ന പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനവും ദോഷജാതകം എന്ന് പറഞ്ഞിട്ടാണ് ജ്യോത്സ്യർ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആരുടെയാണ് കല്യാണം നടക്കുക? ഈ ബാലൻസ് ഉള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 40 തൊട്ട് അല്ലെങ്കിൽ 20 തൊട്ട് 40 വരെയുള്ള ഒരു പേഴ്സൻറ്റേജാണ് ബാലൻസ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ്. നോക്കാൻ പറ്റുന്നത്, ജ്യോതിഷമൊക്കെ വെച്ച് നോക്കാൻ പറ്റുന്നത്, മാച്ചിങ് ആണോ എന്ന് നോക്കാൻ പറ്റുന്ന ജാതകങ്ങൾ. അത് നോക്കി വീട്, നാട്, ജോലി, ഹൈറ്റ്,